ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. സീൽദയിലെ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി പറഞ്ഞു. അതേസമയം നഷ്ടപരിഹാരം വേണ്ടെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. വധശിക്ഷ വിധിക്കാത്തതിൽ ദുഃഖമുണ്ടെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. ജമ്മുകാശ്മീരിൽ ബാരാമുള്ള ജില്ലയിൽ സലൂറ ഗുജർപേട്ടി പ്രദേശത്ത് ഇന്ന് രാവിലെ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. പ്രദേശത്തെ വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായുള്ള വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. കരസേനയും ജമ്മു പോലീസും സംയുക്തമായി തെരച്ചിൽ തുടരുകയാണ്. 55ാമത് വാർഷിക സമ്മേളനത്തിന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളും അതിലൂടെ ഉണ്ടായ നിക്ഷേപങ്ങളും രാജ്യത്തെ GDP 7 മുതൽ 8% വരെ ഉയർത്തുമെന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രസിഡന്റ് ബോർഗെ ബ്രന്റ്റെ പറഞ്ഞു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം നേതാക്കളാണ് 5 ദിവസത്തെ സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നടന്നത് ആസൂത്രിത കൊലപാതകമാണെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. 3-ാം പ്രതിയും ഗിരീഷ്മയുടെ അമ്മാവനുമായ നിർമ്മല കുമാരന് 3 വർഷം തടവ് ശിക്ഷയും കോടതി വിധിച്ചു. വിധിയിൽ തൃപ്തയാണെന്നും നീതിന്യായ വ്യവസ്ഥയിലും 100% വിശ്വാസമുണ്ടെന്നും ഷാരോണിന്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. 47ാമത് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. US ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വാഷിംഗ്ടൺ DC-യിൽ അതിശൈത്യം തുടരുന്നതിനാൽ US ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിലെ റോട്ടൻഡ ഹാളിലാണ് സത്യപ്രതിജ്ഞ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും. പത്തനംതിട്ടയിൽ പെൺകുട്ടിയെ നിരവധി പേർ ലൈംഗികമായി ചൂഷണം ചെയ്ത സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 2 ആഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ചീഫ് സെക്രട്ടറിക്കും DGPക്കും നോട്ടീസ് അയച്ചു. FIR പെൺകുട്ടിയുടെ ആരോഗ്യം, വൈദ്യസഹായം, കൌൺസിലിംഗ്, നഷ്ടപരിഹാരം എന്നിവയുടെ നിലവിലെ സ്ഥിതി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ഡൽഹിയിലെ മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. രാജ്യതലസ്ഥാനത്തേക്കുള്ള 19 ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ട്രെയിനുകളുടെ തത്സമയ വിവരങ്ങൾ യാത്രയ്ക്ക് മുൻപായി പരിശോധിക്കണമെന്ന് റെയിൽവേ അഭ്യർത്ഥിച്ചു. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ 1604 കോടി രൂപ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. വെള്ളിയാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങും. നാഷണൽ സാമ്പിൾ സർവേയുടെ ഭാഗമായി നടന്ന ദേശീയ ആയുഷ് സാമ്പിൾ സർവേയിൽ കേരളത്തിന് മികച്ച നേട്ടം. ആയുഷ് ചികിത്സാ രീതികളുടെ ഉപയോഗം, ഔഷധ സസ്യങ്ങൾ, പാരമ്പര്യ അറിവുകൾ തുടങ്ങിയവ സംബന്ധിച്ച് നടന്ന സർവേയിൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ മുന്നിലാണ് കേരളം. സംസ്ഥാന ആയുഷ് വകുപ്പ് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ 2025 ജനുവരി 27 മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളുമായി മന്ത്രി GR അനിൽ ചർച്ച നടത്തി. കോവിഡ് സമാശ്വാസ കിറ്റ് നൽകിയ വകയിൽ റേഷൻ വ്യാപാരികൾക്ക് സർക്കാർ നൽകാനുള്ള 13.96 കോടി രൂപ സർക്കാർ അനുവദിച്ച് ഉത്തരവായെന്ന് മന്ത്രി നേതാക്കളെ അറിയിച്ചു. താനൂർ ബോട്ട് അപകടം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ സാക്ഷി വിസ്താരം നാളെ ആരംഭിക്കും. മലപ്പുറം തിരൂർ PW റെസ്റ്റ് ഹൌസിൽ വെച്ച് 103 സാക്ഷികളെയാണ് നാളെ മുതൽ വിവിധ ദിവസങ്ങളിലായി വിസ്തരിക്കുക. 3 മാസത്തിനകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിനെ ഹരിത നെറ്റ് സീറോ കാർബൺ ജയിലായി മാറ്റുന്നതിന്റെ ഭാഗമായി കാർബൺ അളവ് കണക്കാക്കുന്ന പരിപാടിക്ക് തുടക്കമായി. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ TN സീമ ഉദ്ഘാടനം നിർവഹിച്ചു. നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മറ്റന്നാൾ ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്യും. സുഗതോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി കവിതാലാപനം, ഉപന്യാസ മത്സരം, വൃക്ഷത്തൈ നടീൽ തുടങ്ങി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ജനുവരി 26-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ 9 മണിക്ക് ദേശീയ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്ന ഗവർണർ തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.